മച്ചിയെ അപ്പച്ചൻ ചത്തുപോകേണ്ടിയായിരുന്നു, സത്യമല്ലയോ? ആന്നു. ദൈവം ആയുസ് കൊടുത്താ ദൈവം മാത്രമേ ഉള്ളൂ, വേറെ ആരുമില്ല. വാ ചേട്ടൻ്റെ മോനെങ്കിൽ വാ. രക്ഷപ്പെടുന്നില്ലല്ലോ, വീടിൻ്റെ സ്ഥിതി മാറാൻ പോവാ. മദ്യപാനത്തിൻ്റെ കൂടെ കുടി നിർത്താൻ പറ്റുന്നില്ല. അച്ഛൻ്റെ അടുത്ത് കൊണ്ടുപോയതാ, എന്നിട്ട് മാറുന്നില്ല. കൊച്ചിനെ തുടങ്ങിയതാ. എത്ര പിള്ളേരാ? ഒരു കുട്ടിയുണ്ട്. കുട്ടിയുടെ പേര് പറ. ആൻറ്റോ. ദൈവം തന്ന ആൻറ്റോയെ. ശരിക്കും നിങ്ങളുടെ പെണ്ണുമ്പിള്ള ഒത്തിരി കരഞ്ഞിട്ടുണ്ട്. നിങ്ങളെ ഇട്ടിട്ട് പോകാനൊക്കെ തുടങ്ങിയതാ. സത്യ സത്യ. എന്നോട് ദൈവം പറയുന്നത് എന്നാ അറിയോ? KSRTC കണ്ടക്ടറുടെ മേലൊരു ദൈവശക്തി ഇറങ്ങി വരാൻ പോവാ. ഈ വീട് കലകത്തിന്റെ വീടാക്കി കളയാൻ ഇവർക്കെതിരെ വ്യാപരിച്ച ആധിപത്യമുണ്ട്. കല്യാണം കഴിഞ്ഞിട്ട് എത്ര വർഷമായി? 9. കൊച്ചിന് 1.5. എത്ര വയസ്സുണ്ട്? 1.25 വയസ്സ്. പെണ്ണുമ്പിളെ കൊണ്ടുവരണം. വരുമോ? വരും. കൊച്ചിനെയും കൊണ്ടുവരണം. കുടി നമ്മളിപ്പം നിർത്താൻ പോവാ. കുടിക്കുന്ന സൂത്രം ഇപ്പം ഞാൻ ഊരിക്കളയും. കൈയടിച്ചു രാമീൻ പറ. ഇന്ന് രാവിലെ ദൈവം ഒരു വിടുതൽ തരാൻ പോവാ. ഇന്ന് രാവിലെ ദൈവത്തെ ഒന്ന് ഉയർത്താൻ പറ്റും. എല്ലാവരും കൂടെ യേശുവിൻ്റെ നാമത്തെ ഒന്ന് ഉറക്കെ ഉയർത്തിയേ. അവൻ്റെ സാന്നിധ്യം ഈ വീട്ടിൽ വ്യാപരിക്കുക, അവൻ്റെ ശക്തി ഈ വീട്ടിൽ വ്യാപരിക്കുക. ക്യാൻസർ എവിടാ വന്നേ? തൊണ്ടയ്ക്ക്. എത്ര പറഞ്ഞേക്കുന്നേ? 10 കീമോ. ചാവത്തില്ല. ഇന്ന് രാവിലെ ദൈവത്തിൻ്റെ റേഡിയേഷൻ അടിക്കും. ശരീരത്തിൽ നിന്ന് ക്യാൻസർ മാറിപ്പോവും. യേശുവിൻ്റെ ശക്തി ഇറങ്ങി വരും. ഈ കുടുംബത്തെ അന്യാധീനപ്പെട്ട് കളയാൻ വ്യാപരിക്കുന്ന ആധിപത്യത്തിന്റെ ചങ്ങലയുണ്ട്. ഏത് ഡിപ്പോയില്ല? റാന്നി ഡിപ്പോയില്ല. വീട് എവിടാ? റാന്നി തന്നെ. എത്ര വർഷമായി KSRTC കയറിയിട്ട്? 22 വർഷമായി. ഇപ്പം നിർത്താൻ നമുക്ക് കൂടി പറ. നിർത്താൻ പോവാ. ഞാനിപ്പോൾ പ്രാർത്ഥിക്കാൻ പോവാ. നാട്ടുകാർക്ക് നിങ്ങൾ അതിശയാവും. ഈ അപ്പച്ചനും അമ്മയ്ക്കും നിങ്ങൾ അതിശയമാകും. ഈ സഹോദരങ്ങൾക്ക് നിങ്ങൾ അതിശയമായിട്ട് മാറും. എല്ലാവരും കൂടെ യേശുവേ എന്ന് വിളിക്കാൻ പറ്റുന്ന എല്ലാവരും കൂടെ യേശുവേ എന്ന് വിളിച്ചോ. അധികാരത്തോടെ ഞാൻ പ്രാർത്ഥിക്കുന്നു. ഈ നിമിഷം അവന്റെ അകത്ത് കൊടുത്ത എല്ലാ കൈവശത്തിന്റെ ശക്തികളെയും അധികാരത്തോടെ യേശുവിന്റെ നാമത്തിൽ ഈ രാവിലെ ഒരു ദൈവത്തിന്റെ ശക്തി വ്യാപരിക്കട്ടെ. കൈവശം പൊട്ടട്ടെ. നീ മുടിയാൻ വേണ്ടി തന്നതാ. നിനക്ക് വിവാഹ ജീവിതം ഉണ്ടാകരുതെന്നും നിനക്ക് അനന്തരാവകാശികൾ ഉണ്ടാകരുതെന്നും നിന്റെ വീട് അന്യാധീനപ്പെട്ടു പോകണമെന്നും നിന്റെ കുടുംബം തകർന്നു പോകണമെന്നും പറഞ്ഞ് വർഷങ്ങൾക്ക് മുൻപ് 28 വർഷം മുമ്പ് നിന്റെ അകത്തു തന്നൊരു കൈവശമുണ്ട്. പിതാവേ, ഈ രാവിലെ ഈ മകനെ മാറ്റുന്നതിന് നന്ദി. എന്നോട് ആത്മാവ് പറയുന്നത്, നീ നശിച്ചു പോകാൻ നിനക്ക് അനന്തരാവകാശം. ബ്രദറെ, ഈ താമസിക്കുന്ന വീട് ആടവില്ല. അവിടെ ഒരു ചെറിയ പോരാട്ടമുണ്ട് കേട്ടോ. ഹൈന്ദവത്വത്തോട് ബന്ധപ്പെട്ട് വർഷങ്ങൾക്ക് മുമ്പ് ഊട്ടിക്കെട്ടിയ കെട്ട ഈ മോൻ്റെ അകത്ത് കൊടുത്ത അനന്തരാവകാശികൾ ഉണ്ടാവരുത്, അതിന് കൊടുത്ത കെട്ട ഇന്ന് രാവിലെ അത് പൊട്ടുക. ഇദ്ദേഹം മദ്യം ഇല്ലാതെ ബ്രദറെ വന്ന് സാക്ഷ്യം പറയണം. നിങ്ങൾ മാറുമെന്ന് എന്നോട് ദൈവം പറയുക. അപ്പച്ചാ പോയി ടെസ്റ്റ് ചെയ്തോണം, ക്യാൻസർ മാറിയിട്ടുണ്ട്. നീ ജീവിച്ചോണം, ദൈവത്തിന് വേണ്ടി ജീവിക്കത്തില്ലയോ? ജീവിച്ചോണം, കാര്യം മാറാൻ പോ.